നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിൽ എങ്ങനെ നമുക്കൊരു മാനിക്യൂർ ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വൈകിപ്പിക്കേണ്ട, നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള നെയിൽ പോളിഷ് നമ്മൾ നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ നെയിൽ പോളിഷ് റിമൂവർ യൂസ് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കോട്ടൺ പാഡ്സ്, നെയിൽ പോളിഷ് റിമൂവർ കോട്ടൺ പാഡ്സ് വെച്ചാണ് ഞാനിപ്പോൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നന്നായി റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മുടെ രണ്ട് കൈകളും ഒന്ന് സോക്ക് ചെയ്യണം. അതിനു വേണ്ടി കുറച്ച് ലൂക്ക് വാം വാട്ടർ എടുത്തിട്ടുണ്ട്, ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. ലെമൺ ഒന്ന് പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം അതിൻ്റെ സ്ലൈസും കൂടി ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഷാമ്പു കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഈ മിക്സ് ചെയ്ത വെള്ളത്തിലേക്ക് നമ്മുടെ രണ്ട് കൈകളും നമ്മൾ 3 to 5 മിനിറ്റ് നമ്മളൊന്ന് സോക്ക് ചെയ്യാൻ പോവാണ്. സോക്ക് ചെയ്യുന്ന കൂടെ തന്നെ നമ്മളിട്ട ലെമൺ സ്ലൈസ് കൊണ്ട് നമ്മുടെ കൈകൾ നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള അഴുക്കെല്ലാം പോയി കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നെയിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ബ്രഷ്, നമ്മൾ ഈ യൂസ് ചെയ്തതായാലും കുഴപ്പമില്ല, ഞാനിവിടെ യൂസ് ചെയ്യാത്തൊരു ബ്രഷാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ബ്രഷ് വെച്ച് നമ്മുടെ നെയിലിൻ്റെ ഇടയിലൊക്കെ നന്നായി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ നെയിലിൻ്റെ ഇടയിലെല്ലാം നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. ഇതിന് ശേഷം നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ നെയിൽ ഒന്ന് ഫയൽ ചെയ്ത് കൊടുത്താലും മതി. ട്രിം ചെയ്യുന്നുണ്ട് അങ്ങനെയും ചെയ്യാം. അപ്പം നന്നായി ഒന്ന് ഫയൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ നെയിലിന് നല്ല ഷേപ്പ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 3 മിനിറ്റ് സോക്ക് ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ കൈകൾ നല്ല സോഫ്റ്റാണ് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ നെയിൽ ഫയലിങ്ങും കൂടി കഴിഞ്ഞു. ഇനി നമ്മുടെ സ്ക്രബ് ചെയ്യാൻ പോവാണ്. സ്ക്രബിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 ടീസ്പൂൺ കോഫി പൗഡറും അതിന് ആവശ്യമായ ഹണിയാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. നന്നായി മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി നമ്മുടെ കൈകളിലേക്ക് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് സ്ക്രബ് ചെയ്യുക രണ്ട് കൈകളിൽ. അപ്പോൾ ഞാനിവിടെ ഒരു കൈ മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ രണ്ട് കൈകളിലും നന്നായി സ്ക്രബ് ചെയ്തെടുക്കാം. നമ്മുടെ വിരലിലും നെയിലിന് വേണ്ട, നമ്മുടെ ഫിംഗേഴ്സിനും നമ്മുടെ ഹാൻഡിൻ്റെ പുറം ഭാഗത്തുമായിട്ട് നമുക്ക് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം രണ്ട് കൈകളും നമ്മുടെ നന്നായി സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കഴുകിക്കളഞ്ഞ് വേണം അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ. അപ്പോൾ ഈ കോഫി പൗഡർ ഇട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ടാനൊക്കെ റിമൂവ് ആയിട്ട് കിട്ടും. നല്ല സോഫ്റ്റും അതേപോലെ തന്നെ നമ്മുടെ കോഫി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഒരു സ്മെല്ലും, നമ്മളിപ്പോൾ 3 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലെമണിൻ്റെയും ഷാമ്പൂവിൻ്റെ എല്ലാ സ്മെല്ലും കൂടി നമുക്ക് നല്ല ഒരു സ്മെല്ല് നമ്മുടെ കയ്യിൽ ഫീൽ ചെയ്യാം. അപ്പം നമ്മുടെ സ്ക്രബിങ് പരിപാടിയും കഴിഞ്ഞു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് പാക്കാണ്. അപ്പോൾ പാക്കിന് ആവശ്യമായ സാധനം എന്ന് പറയുന്നത് അവിടെ 3 ടീസ്പൂൺ നമ്മൾ ബേസൻ കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് റോ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി മിൽക്ക് ആഡ് ചെയ്ത് ഒരു നല്ല പേസ്റ്റ് രൂപത്തിലാക്കി നമ്മുടെ രണ്ട് കൈകളിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 3 to 5 മിനിറ്റ്സ് അതൊന്ന് ഡ്രൈ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നമുക്ക് നല്ല നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം.
നമ്മളത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. 2 കൈകളിലായിട്ട് മാറി മാറി നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കയ്യിൽ ഒരു മസാജും കിട്ടി, നമ്മുടെ കൈ നന്നായി ഒന്ന് മോയ്സ്ചറായി കിട്ടുകയും ചെയ്യും. അപ്പം നമ്മുടെ മോയ്സ്ചർ ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ബോഡി ലോഷനും പ്ലസ് അലോവേര ജെല്ലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ വെച്ച് നമുക്ക് മസാജ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ അലോവേര വെച്ച് നമുക്ക് ഒന്ന് മോയ്സ്ചർ പ്ലസ് മസാജ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാനിക്യൂറിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഫേവറേറ്റ് നെയിൽ പോളിഷ് ഇട്ട് നമുക്ക് നമ്മുടെ മാനിക്യൂർ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം.